മലബാറിലെ തന്നെ പ്രസിദ്ധമായ 14 ദേശങ്ങളുടെ പൂരമായ 1400 വർഷം പഴക്കമുള്ള വാദ്യമേളങ്ങൾക്കും ആനപ്പൂരത്തിനും കാളപ്പൂരത്തിനും പേരുകേട്ട പാലക്കാട് ജില്ലയിലെ പരിയാനംപറ്റ ദേവി ക്ഷേത്രത്തിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പരിയാനി എന്നത് പാർവതി എന്നതിന്റെ ഭാഷാരൂപമാണ്. കേരളത്തിൽ തന്നെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ മുട്ടറുക്കൽ പ്രധാന വഴിപാടായി നടത്തുന്നത് ഈ ക്ഷേത്രത്തിലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിയാനംപറ്റ മനക്കിലെ ഒരു ബ്രാഹ്മണൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും ദേവിയുടെ അനുഗ്രഹം വാങ്ങുകയും ഉണ്ടായി. ശേഷിച്ച കാലം നാട്ടിൽ വന്ന് ഭജന നടത്താമെന്ന തീരുമാനത്തോടുകൂടി തിരിച്ചു വരികയുമാണ് ഉണ്ടായത്. എന്നാൽ യാത്രാമധ്യേ ഒരു അരുവിയുടെ തീരത്ത് ക്ഷീണം തീർക്കാനായി ഇരുന്നപ്പോൾ തന്റെ ഭാണ്ഡത്തിൽ ഒരു തിടമ്പു കാണുകയും തിടമ്പ് അവിടെ പ്രതിഷ്ഠിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. പഴയ വള്ളുവനാട്ടിലെ 14 ദേശക്കാരെയും വരുത്തി ഈക്കാട്ടുമനക്കിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പരിയാനംപറ്റ മനക്കിലെ തിരുമേനി കൊണ്ടുവന്ന തിടമ്പായതിനാൽ പരിയാനംപറ്റ ഭഗവതി എന്ന് നാമകരണവും ചെയ്തു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ശ്രീ മംഗലാംകുന്ന് ശ്രീ പരമേശ്വരനെയാണ് ഇവിടെ നടക്കിയിരുത്തിയത്. ഒരുപാട് കാലങ്ങളായി ഒരേ ആന തന്നെയാണ് ഇവിടെ തിടമ്പേറ്റി വന്നിരുന്നത്. ചതുർബാഹുവായ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മൂകാംബിക സങ്കല്പത്തിൽ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ്. ഫെബ്രുവരി 19 എല്ലാവരും കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്ന ഇവിടുത്തെ ഉത്സവമാണ്.